നമസ്കാരം. എക്സലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഫംഗ്ഷൻ എന്താണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗ്രാഫിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ ഗ്രാഫ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത് മെയിൽ ഇത്ര പെർസെൻറ്റേജ് വോട്ട് ചെയ്തു, ഫീമെയിൽ ഇത്ര പെർസെൻറ്റേജ് വോട്ട് രേഖപ്പെടുത്തി, അങ്ങനെ നമ്മൾ കാണാറുണ്ട്. ചില പഞ്ചായത്തിൽ ബേസ് ചെയ്ത് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഗ്രാഫ് എന്നിങ്ങനെ ഓപ്ഷൻ യൂസ് ചെയ്യുക. ഈ എക്സാമിനൊക്കെ എത്ര പിള്ളേർ അറ്റൻഡ് ചെയ്തു, മെയിൽ സ്റ്റുഡൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്തു, എത്ര ഫീമെയിൽ സ്റ്റുഡൻറ്റ് എക്സാം അറ്റൻഡ് ചെയ്തു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഗ്രാഫ് എന്നിങ്ങനെ ഓപ്ഷൻ യൂസ് ചെയ്യുക. അതിനായിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ മൊത്തം സെലക്ട് ചെയ്യുകയാണ്. ആദ്യമേ തന്നെ ടേബിൾ മൊത്തം സെലക്ട് ചെയ്തു. എനിക്കിപ്പോൾ ഇവിടം വരെ മതി എന്ന് നോക്കി. അപ്പോൾ ഗ്രാഫ് ടോട്ടലിനെ ബേസ് ചെയ്ത് വേണ്ട, എനിക്കിപ്പോൾ ഡിസംബർ മാസത്തെ മാത്രം മതി എന്ന് നോക്കി. അതായത് ഇപ്പോൾ ഒരു സ്കൂളിൽ നടന്ന ഒരു ക്ലാസ്സിൽ നടന്ന ഒരു എക്സാമിൻ്റെ ലിസ്റ്റായിട്ട് ഞാൻ ഒന്ന് കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പർ 1 എ എന്നൊരു വ്യക്തിയുടെ റിസൾട്ട് മാത്രം എന്ത് ചെയ്യണം, എനിക്കൊരു ഗ്രാഫായിട്ട് കാണണമെന്ന് നോക്കി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൊത്തം സെലക്ട് ചെയ്യുക. ആദ്യമേ തന്നെ മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ രണ്ടാമത് പറഞ്ഞുതരാം ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ പോയാൽ മതി. ആദ്യം എന്ത് ചെയ്യുക, മൊത്തം സെലക്ട് ചെയ്യുക. നമുക്ക് ഇൻസെറ്റ് മെനുവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. പല വേർഷനിലും പല സ്പേസിലായിരിക്കും ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് 2016 വേർഷനാണ് എക്സിൽ. 2007 യൂസ് ചെയ്യണം, അതായത് ഇപ്പോൾ 2007 യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ ചാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ചാർട്ടിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ, ഇത്തരം കാര്യങ്ങൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇവിടുന്ന് പൈ ഉണ്ട്, ഇവിടുന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ലൈൻ ഉണ്ട്, ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ബാറുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണ്ട, ജസ്റ്റ് ഒന്ന് പൈ ഡയഗ്രാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും, അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബോറിംഗ് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പൈ ഡയഗ്രാമിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ഗ്രാഫും വെച്ച് നിങ്ങൾ ചെയ്തു നോക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഞാൻ ആദ്യമേ പൈയിൽ വരുന്ന സമയത്ത് കണ്ടോ, ഇവിടെ നിന്ന് 3D ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 3D കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ കണ്ടോ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് 2D പൈ കൊടുക്കുകയാണ്. 3D പൈ കൊടുക്കണമെങ്കിൽ 3D പൈ കൊടുക്കാം. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന, ഈ ഒരു ഓപ്ഷനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടുന്ന് 2D പൈ കൊടുക്കുകയാണ്. 2D പൈ കൊടുത്ത സമയത്ത് ഇതിൽ തന്നെ 2D പൈ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ചില ഓപ്ഷൻസിൽ മാർക്കും കൂടി കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടും, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മാർക്ക് കാണിച്ചിട്ടില്ല, സ്കോർ കാണിച്ചിട്ടില്ല. നമുക്ക് സ്കോർ കാണിക്കാനായിട്ട് എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഡാറ്റ ലേബിൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡാറ്റ ലേബിൾസ് കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ എല്ലാവരുടെയും റിസൾട്ട് കണ്ടോ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നോക്കിയാൽ 908, അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലിസ്റ്റ് മാത്രം. അതായത് ഇപ്പോൾ ഇതൊക്കെ നോക്കി, ഇവിടുന്ന് 1A, അതായത് ഇപ്പോൾ സീരിയൽ നമ്പറിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, 1A കണ്ടോ, അങ്ങനത്തെ ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് 50 നോക്കിയാൽ കുറച്ച് പുറത്തേക്കാണ് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പുറത്തേക്ക് പോയിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 50 ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല കണ്ടോ, ഇവിടുന്ന് 50 ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. ചാർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ചാർട്ട് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു സ്റ്റുഡൻറ്റിനെ കാണണമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റുഡൻറ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടുന്ന് സെലക്ട് ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ഡാറ്റ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അപ്പോൾ രണ്ടാമത്തെ ഒരാളുടെ കാണണമെന്ന് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ മൊത്തം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. മൊത്തം സെലക്ട് ചെയ്തു. ഇൻസെർട്ട് മെനുവിൽ ചാർട്ടിൽ സെലക്ട് ചെയ്ത് ഞാൻ കുറച്ച് നീക്കി വയ്ക്കാം ടേബിൾ, എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. സെലക്ട് ഡേറ്റ കൊടുത്തു. ഞാൻ ഇവിടുന്ന് സ്വിച്ച് ടു റോ കോളം എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ചില സമയത്ത് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും കിട്ടുള്ളൂ. എങ്ങനെ വന്നാലും മിക്ക ഇതിലും ഇങ്ങനെയാണ് കിട്ടാറുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സ്വിച്ച് ടു റോ ഓർ കോളത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ കണ്ടാൽ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ സീഡ് മാത്രം കണ്ടാൽ മതി എന്ന് വയ്ക്കുക. സീഡ് മാത്രം കണ്ടാൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, കണ്ടാൽ സിയുടെ മാത്രം റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കാണണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇവിടുന്ന് ഓൾറെഡി ഇത് ഓണാട്ടോ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. ഓക്കെ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ഡേറ്റ കൊടുക്കുക. ഇനി ആരുടെയാണ് കാണേണ്ടത് സെലക്ട് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് ഡാറ്റ ലേബിൾസ് കണ്ടോ. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചത് പൈ ഡയഗ്രാമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക, ബാറ് ഇതെല്ലാം സ്കൾട്ടർ അതർ ഇതെല്ലാം എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക. ഇതാട്ടോ സ്കൾട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ ഇയർ ബൈ ഇയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര ശതമാനം ഓഹരി കൂടി കുറഞ്ഞു ഇതൊക്കെ നമ്മൾ കാണാറില്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് അടുത്തൊരു ക്ലാസ്സിൽ പഠിക്കാം.